യെസ് പത്രിക അംഗീകരിച്ചിരിക്കുക. പത്രിക അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ അറിയോ, ഒന്നാമത് നിയമങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ചില നടപടിക്രമങ്ങൾ പാലിച്ച് വേണം ഒരു മെമ്പറെ ആ മെമ്പർഷിപ്പിൽ നിന്ന് കളയാൻ. ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ മെമ്പർ എന്ന നിലയിൽ ഇപ്രാവശ്യം നമുക്കറിയാം ചേംബറിൻ്റെ ബൈലോ അനുസരിച്ച്, എൻ്റെ ബൈലോ ഉണ്ട്, ആസ്ബർ ബൈലോ. ഞാൻ ചേംബറിൽ 10 വർഷമായിട്ട് ഭാരവാഹിയായിരിക്കുന്ന ആളാണ്. സെക്രട്ടറി ആയിട്ടിരുന്നിട്ട് നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടിരുന്നുണ്ട് 2 പ്രാവശ്യം വെച്ച്. അപ്പോൾ ചേംബറിൻ്റെ ബൈലോ പ്രകാരം ചേംബർ ഓൺ റൊട്ടേഷനാണ്. അതായത് എക്സിബിറ്റർക്ക്, പ്രൊഡ്യൂസർക്ക്, ഡിസ്ട്രിബ്യൂട്ടർക്ക് 3 കൂട്ടർക്ക് റൊട്ടേഷൻ ബേസിലാണ് ഓഫീസ് ബെയറേഴ്സ് സ്ഥാനം വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്രാവശ്യം ഞാൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രൊഡ്യൂസർ വിങ്ങിൽ നിന്നായിരുന്നു. ഇപ്രാവശ്യം പ്രസിഡൻഷിപ്പ് വരുന്നത് ആർക്കാണ്? ഡിസ്ട്രിബ്യൂട്ടർ വിങ്ങിനാണ്. പ്രസിഡൻറ്റും ട്രഷററും. ആ ഡിസ്ട്രിബ്യൂട്ടർ വിങ്ങി വരുന്ന സമയത്ത് ഞാൻ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നുള്ള മെമ്പർഷിപ്പ് എടുത്തിരുന്നു. ആ മെമ്പർഷിപ്പ് എടുത്തപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് വിങ്ങിൽ ഇല്ലാത്ത ഒരാൾ 2008 ഇവിടെ ഏതോ ഒരു കടലാസൊക്കെ കൊടുത്ത് ഒപ്പിച്ച്, അന്നത്തെ കാലത്ത് പരിശോധന കുറവായിരിക്കുമല്ലോ, അങ്ങനെ എടുത്ത ഒരാൾക്ക് പ്രസിഡൻ്റ് ആകണം. അതിന് അദ്ദേഹം ഒരു നാടകം നടത്തി. ആ നാടകത്തിൽ കുറച്ച് പേര് കഥാപാത്രങ്ങളായി ഈ എന്താ പറയുക, കഥയറിയാതെ ആട്ടം കണ്ടു എന്ന് പറയില്ല, എങ്കിലും ആ നാടകത്തിൽ കുറച്ച് പേര് അറിഞ്ഞുകൊണ്ട് അഭിനയിച്ചു. അങ്ങനെ എൻ്റെ മെമ്പർഷിപ്പ് ഫ്രീസ് ചെയ്യാനായിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ്, അത് അവർക്ക് മനസ്സിലാക്കണം, സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് ഉണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നമുക്കെല്ലാം ആസ് എ കോമൺ മാൻ നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അടിയന്തര യോഗം വിളിച്ച് എൻ്റെ മെമ്പർഷിപ്പ് ഏതെങ്കിലും തരത്തിൽ ഫ്രീസ് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ബൈലോ 8 ക്ലോസ് A2 8ൻ്റെ 2 അനുസരിച്ച് ഒരു മെമ്പർക്ക് നോട്ടീസ് കൊടുക്കണം. ഈ നോട്ടീസ് ഒന്നും നൽകാതെ എന്നെ എങ്ങനെയെങ്കിലും എൻ്റെ കാൻഡിഡേറ്റ്ഷിപ്പ്, എൻ്റെ നാമനിർദ്ദേശ പത്രിക കൊടുപ്പിക്കാതിരിക്കാനുള്ളൊരു സംവിധാനം നടത്തി. പക്ഷേ അതെല്ലാം ഇപ്പോൾ എന്താ പറയുക, ചില്ല് കൊട്ടാരം പോലെ തകർന്നു. മാത്രമല്ല ഇലക്ഷൻ, അപ്പോൾ ഫൈനൽ വോട്ടേഴ്സിൽ എൻ്റെ പേരുണ്ട്. അപ്പം നമ്മൾ ചതി പാടില്ല. നമുക്ക് നേരിട്ട് പറയാം. നേരിട്ട് വേണം നമ്മൾ ഒരാളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. പുറകിൽ നിന്ന് കുത്തരുത്. ഏറ്റവും ബ്രൂട്ടേന്ന് കേട്ടിട്ടില്ലേ? മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ ഈ പറഞ്ഞ മാർക്കാനയുടെ പ്രസംഗം കേട്ടിട്ടില്ലേ? തെറ്റ് ചെയ്തിട്ട് പിന്നെ ന്യായീകരിക്കുന്ന പ്രസംഗം കേട്ടിട്ടില്ലേ? അല്ലേ? ഫ്രണ്ട്സ്, റോമൻസ്, ദ കൺട്രി മാൻ, ഐ ആം ഹിയർ ടു ബെറി ദ സീസർ, നോട്ട് പ്രൈസ് ചെയ്യുന്ന പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മത്സരിക്കും. പിന്നെ ഇവിടെ മത്സരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി, ഇപ്പോൾ എന്നെ ഇതിനകത്ത് പെടുത്തിയ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഡിസ്ട്രിബ്യൂട്ടർ സെൻട്രൽ കമ്മിറ്റി മെമ്പറോ ഡിസ്ട്രിബ്യൂട്ടർ വിഭാഗത്തിലുള്ള ആളോ അല്ല. അപ്പോൾ അതെങ്ങനെ സാധിച്ചു എന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാണ്, എവിടെ നിന്നാണ് അത് വന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും അത് എന്നെ അത്ഭുതപ്പെടുത്തി. മാത്രമല്ല ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ മെമ്പേഴ്സിനെ അത്ഭുതപ്പെടുത്തുകയാണ്. മുറുക്കാൻകടയിൽ മുറുക്കാനില്ലെന്ന് പറഞ്ഞതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടർ വയ്ക്കുന്നത് ഇവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇത്രയുള്ളൂ എനിക്ക് പറയാൻ. ബാക്കി ഞങ്ങളുടെ വോട്ടേഴ്സ് പറയും.